ഹായ് ഫ്രണ്ട്സ്, പൗസ് വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു മസാല ദോശയുടെ. അതിൻ്റെ മസാല തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ ഞാൻ എടുത്തേക്കുന്നത് ഒരു 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു 4 പച്ചമുളക്, വെളുത്തുള്ളി. ഇത് നമ്മൾ നല്ലതുപോലെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് കുറവുണ്ട്, കാരണം കറണ്ട് ഇല്ലായിരുന്നു രാവിലെ. നമുക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊരു വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നമുക്കത് നല്ലതുപോലെ ഒരു 2 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് നമ്മൾ കൈ വെച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ ഇങ്ങനെ നല്ല മുറിഞ്ഞു പോകുന്ന, ഇങ്ങനെ പതുങ്ങി പോകുന്ന രീതിക്ക് അത് വേവിച്ചെടുക്കണം. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് അതുകൊണ്ട് ഞാൻ ഈ എടുത്തേക്കുന്ന പരുവത്തിലേക്ക് മാറ്റണം. അതേ രീതിക്ക് നമ്മൾ എടുക്കണം, കാരണം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തത്. നമ്മളിവിടെ നല്ലതുപോലെ നമ്മളിങ്ങനെ ഉടച്ചെടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം, ആ രീതിക്കാണ് പറയുന്നത്, ഉടച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് കുക്കർ വെച്ചു. കുക്കർ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് നല്ലതുപോലെ ചൂടായി വന്ന് പൊട്ടാൻ നല്ലതുപോലെ ചൂടായി, വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ പൊട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, എന്താണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഓരോ ദിവസവും എന്താണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഞാൻ കടു നല്ലതുപോലെ പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ കറിവേപ്പില നല്ലതുപോലെ ഇടന്ന് മൊരിയാണ്. നല്ലതുപോലെ നല്ലൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സവാളയാണ് എടുത്തത്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. സവാള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. സവാള നല്ലതുപോലെ വഴണ്ടൊരു ബ്രൗൺ കളറ് വരണം. നല്ലതുപോലെ വഴണ്ട് വന്ന് ബ്രൗൺ കളർ നല്ല ഇണക്ക് വഴണ്ട് വരണം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക.